എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പൂ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പായൽപ്പൂ. കുറച്ച് മുമ്പ് ആരുമാണ് എൻ്റെ കയ്യിൽ പൂ കൊണ്ടുവന്ന് തരുന്നത്. ഇപ്പം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കായലിൽ ഇഷ്ടം പോലെ പായലുണ്ട്. വള്ളത്തെ കയറുവാണെങ്കിൽ നമുക്ക് തന്നെ പറിക്കാവുന്നതേ ഉള്ളത്. ഒരുപാട് ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കണായതുകൊണ്ട് വള്ളത്തെ കയറുമ്പോൾ എന്നാത്ത് സൂക്ഷിക്കണം. കടവരികിൽ നിന്ന് അങ്ങ് നോക്കുമ്പോഴത്തേക്കും തന്നെ കാണാം പായലിൽ ഇഷ്ടം പോലെ പൂ വിരിഞ്ഞിട്ടുണ്ട്. മലരിക്കലിൽ ആമ്പൽപ്പൂ വിരിയും പോലെ ഞങ്ങളുടെ ഇവിടെ പായൽപ്പൂ വിരിയുന്നത്. ഇതിപ്പോൾ ഉച്ചവെയിലത്ത് കാണുമ്പോൾ വലിയ ഭംഗിയായിട്ടൊന്നും തോന്നില്ല, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ പറിക്കണമെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ ഒരു ടാസ്ക് ഉള്ളത് തെന്നി വീഴാതെ വള്ളത്തിൽ കയറുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ആര് വിളിച്ചോണ്ട് വരുമ്പോഴാണ് ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. വള്ളത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു കൂട്ടം പായൽപ്പൂ ഇല്ലേ, അതിൻ്റെ അവിടെ നിന്നാണ് ആരും പൂ പറിച്ചത്. പായലിൽ നിൽക്കുന്നത് നല്ല സൂപ്പറായിട്ട് കാണാം. നമ്മുടെ ഈ പാമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്നില്ല, അതിനെക്കാട്ട് സൂപ്പറായിട്ട്. ഇത് നമ്മൾ പറിച്ചു കഴിഞ്ഞാലും അധിക സമയമൊന്നും നിൽക്കത്തില്ല, ഇത് പെട്ടെന്ന് വാടിപ്പോവും. ഇതിപ്പോൾ ആരും പറിച്ചിട്ട് വന്ന് കുറച്ച് സമയമായിട്ടുള്ളൂ, അപ്പം തന്നെ ഇത് പകുതിയും മുക്കാലും വാടി തുടങ്ങി. പക്ഷേ ഇത് പായലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ വാടാതെ നിന്നോളും. നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായും പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പായൽപ്പൂ പറിക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ കാണാം.